ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വരുന്ന ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാക്കും. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ വാർഷിക മത്സരവും ആരംഭിച്ചിരിക്കുകയാണ്. സർക്കാർ നിർദ്ദേശിച്ച കാലാവധിക്കുള്ളിൽ തന്നെ എല്ലാവരും മത്സരം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് 2 ഗഡു പെൻഷനാണ് കുടിശ്ശികയുള്ളത്. അത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ വിതരണം പൂർത്തിയാക്കും. ഇനി പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് പെൻഷനിൽ വർധനവ് ഉണ്ടാവാനാണ് സാധ്യത. സാധാരണയായി ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ വർധനവ് നൽകുന്നത്. അതുവരെ കാത്തു നിന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലും തിരിച്ചടി വരുമെന്ന് കരുതിയാണ് അതിന് മുൻപ് തന്നെ സർക്കാർ പെൻഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. പെൻഷൻ തുക 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു LDF സർക്കാരിൻ്റെ 2021 പ്രകടനാ പത്രികയിലെ വാഗ്ദാനം. അതിനുശേഷം 5 ബജറ്റ് അവതരിപ്പിച്ചെങ്കിലും 100 രൂപയുടെ വർധനവ് പോലും ഉണ്ടായില്ല. ക്ഷേമനിധി ബോർഡുകളിൽ 18 മാസത്തെ പെൻഷൻ കെട്ടുതൊഴിലാളികൾക്ക് മാത്രം നൽകാനുണ്ട്. ഓരോ വർഷവും 100 രൂപ വർദ്ധിപ്പിച്ചു എങ്കിൽ 500 രൂപയുടെ വർധനവ് ഉണ്ടായിരുന്നു. 1600 രൂപയുടെ ക്ഷേമ പെൻഷൻ എന്നത് 2100 രൂപയാക്കി ഉയർന്നേനെ. സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പെൻഷൻ വർദ്ധിപ്പിക്കാത്തതിൻ്റെ കാരണമായി ബാലഗോപാൽ പറയുന്നത്. വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസത്തെയും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും മറ്റ് സർക്കാർ അറിയിപ്പുകളും എല്ലാവിധ വിശദമായ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.